sugar when you're feeling for that sweet spot. Put me in your mind. ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ് വേൾഡ്. സോ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഓരോ സ്പെഷ്യലൈസേഷൻ ഏരിയ ആണ്. ഓഫ് കോഴ്സ് നിങ്ങൾ തമ്മിൽ കണ്ടു കാണും, ഒരു ഐ മേക്കപ്പ് ആണിന്ന്. അപ്പോൾ നമ്മളൊരു ഈവനിങ് ഫംഗ്ഷൻ, ഒരു മാരേജ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐ മേക്കപ്പാണിത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഞാനൊരു കൺസീലർ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് വണ്ണായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാജളാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് സ്മഡ്ജ് ആവാൻ വേണ്ടിയിട്ടാണ് ആദ്യം കൺസീലർ യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഒരു ഐലൈനറൊക്കെ എഴുതില്ല, അതേപോലെ തന്നെ നമുക്കൊന്ന് കാജൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് കണ്ണ് എഴുതി കൊടുക്കാം. എല്ലാവരുടെ വീട്ടിലും നമ്മുടെ ഒരു ബ്രഷ് അങ്ങനെയൊന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ബഡ്സാണ് യൂസ് ചെയ്യുന്നത്. ബഡ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്തെടുക്കാം, ഒന്ന് അൺഈവനായിട്ട് സ്മഡ്ജ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു കറക്റ്റ് ഫോം മതിയായിരിക്കും. ഇനി അടുത്ത് നമുക്ക് സെക്കൻഡ് വണ്ണിലോട്ട് പോകാം. ഞാൻ ഈ ഒരു ഷാഡോ ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു വയലറ്റ് ഷെയ്ഡ്, ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ്. അത് നമ്മൾ എഴുതിയിരിക്കുന്ന കാജലിൻ്റെ മേൽഭാഗത്തായിട്ട് ഒന്ന് വരച്ചെടുക്കാം. അതായത് നമ്മുടെ ഐബോളിൻ്റെ എൻഡ് ഏരിയ, ആ ഒരു ഏരിയയിൽ ഒന്ന് റൗണ്ടായിട്ടൊന്ന് ഫിൽ ചെയ്യും. ഇപ്പോൾ നല്ലൊരു ഡബിൾ ഷെയ്ഡ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേർഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷാഡോ ഒരു യെല്ലോ ഷാഡോ ആണ്. അത് നമ്മുടെ ഐബ്രോസിൻ്റെ താഴെയായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഐബ്രോസും ഐസും ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈറ്റ് ഷാഡോ നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റായിട്ടുള്ളൊരു ഷാഡോ എഗെയിൻ നമ്മളൊരു ബ്ലാക്ക് ഷെയ്ഡ് യൂസ് ചെയ്യണം, കുറച്ചുകൂടെ ഒന്ന് ഡാർക്കൻ ചെയ്യാൻ. അത് വേണമെന്നില്ല, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഇതേപോലെ മതിയെങ്കിൽ നിങ്ങൾക്ക് അത്രയും മതിയാവും. ഇന്നും കുറച്ചുകൂടെ ഡാർക്ക് ആവണം എന്ന് തോന്നുന്നവർക്ക് ഇതും കൂടെ ഒന്ന് ലാസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐലിഡിലുള്ള വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ ലാസ്റ്റായിട്ട് നമുക്ക് കാജൽ യൂസ് ചെയ്തുകൊണ്ട് താഴ്ഭാഗവും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നാലേ കണ്ണ് ഒന്ന് കംപ്ലീറ്റ് ആവുള്ളൂ. അവസാനമായിട്ടുള്ള ടൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് മസ്കാര. ഇത് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. കണ്ണിൽ അവസാനമായിട്ട് നമ്മുടെ ലാഷസിൽ മസ്കാര യൂസ് ചെയ്തുകൊണ്ടൊന്ന് ഫില്ല് ചെയ്തില്ലെങ്കിൽ കണ്ണിന് ആ ഒരു ഫിനിഷിങ് ഒട്ടും കിട്ടത്തില്ല. ഫേക്ക് ലാഷസ് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതും യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ഞാനിവിടെ അത് യൂസ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ കണ്ണ് കറക്റ്റായിട്ടുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.